നീറ്റ് കഴിഞ്ഞപ്പോൾ 715 മാർക്ക് ഉണ്ടായിരുന്ന റനാ നസ്രീനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അന്ന് നീറ്റ് കഴിഞ്ഞ് ആളുകളെല്ലാവരും ചോദിച്ചാൽ റീനീറ്റ് വന്നപ്പോൾ ഈ കുട്ടിക്ക് ഇനി ഇതുപോലെ കിട്ടുമോ എന്നുള്ള രൂപത്തിലായിരുന്നു. ആ കുട്ടി റീനീറ്റിൽ 662 മാർക്ക് വാങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് കീമിൽ 5ാം റാങ്ക് മേടിച്ചിട്ടുണ്ട്. സോ റനാ നസ്രീൻ്റെ വീട്ടിലൊന്ന് പോയി വിസിറ്റ് ചെയ്യണം. കീമിൻ്റെ റിസൾട്ടൊക്കെ വന്ന സ്ഥിതിയിൽ എന്തായാലും നേരിട്ട് തന്നെ പോയി കണ്ട അഭിനന്ദനങ്ങൾ പറയണം. നിങ്ങൾക്ക് തന്നെയാണ്. ഞാൻ റനാ നസ്രീൻ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ +1 +2 പഠിച്ച് ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്ത് ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ നീറ്റ് എക്സാമിൽ 715 മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് ക്യാൻസലാക്കി റീനീറ്റ് വന്നപ്പോൾ ഇപ്പോൾ 662 മാർക്കിലാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കീമിൻ്റെ ബിഫാം റിസൾട്ട് വന്നപ്പോൾ 5th റാങ്ക് ഉണ്ട്. കേരളയിൽ 5th റാങ്ക് ഉണ്ട്. സന്തോഷമുണ്ട്. നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയൊരു സന്തോഷമുണ്ട്. നല്ലൊരു മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു 3 കൊല്ലം കഷ്ടപ്പെട്ടത് ആ ഒരു 3 മണിക്കൂറിന് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണെ, കഴിഞ്ഞ പരീക്ഷയിൽ 715 മാർക്കായിരുന്നു. പിന്നെ അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഇങ്ങനെ നമുക്ക് ഭയങ്കര അച്ചീവ്മെന്റ് ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ എക്സാം ക്യാൻസലായിപ്പോയി. ഇപ്പോൾ 662 എന്ന് പറഞ്ഞ സ്കോറിലേക്ക് വന്നിങ്ങനെ നിൽക്കുകയാണ്. എന്താ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഒരു 1.5 മാസം ആ ഒരു ജേർണി. കഴിഞ്ഞ നീറ്റിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഒരു പീക്ക് ടൈം എത്തിയാണ്. എനിക്കത് പറയാൻ കിട്ടുന്നില്ല. അങ്ങനെയല്ല, അന്ന് എന്തായിരുന്നു ആക്ച്വലി? ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഓർമ്മയെന്ന് വെച്ചാൽ മെയ് 12-ാം തീയതി ആയിരുന്നു. മെയ് 12-ാം തീയതി ഉച്ചയ്ക്ക് ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോഴാണ് പെട്ടെന്ന് നീറ്റ് ക്യാൻസലായി എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഫീലും ഇല്ലേനു. എന്താ അറിയില്ല, ഫുൾ ന്യൂട്രൽ ആയിട്ടേനു. അടുത്ത നീറ്റാണ് ഓക്കെ, അങ്ങനെയുള്ളൊരു ഫീലിങ്ങിനുള്ള. പിന്നെ അപ്പം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒന്നുകൂടെ ഹോസ്റ്റലിലെല്ലാം പോയി ഇത്ര വർക്ക് ചെയ്യണമെന്നുള്ള ഇതിൽ കയറിയിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ഇല്ല, ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് തന്നെ പഠിച്ച് അങ്ങനെ ഇതാക്കാന്നുള്ള. പിന്നെ ഹോസ്റ്റലിൽ പോയി പിന്നെ ആദ്യം മുതൽ പിന്നെയും തുടങ്ങി കഷ്ടപ്പെട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ട്രാക്കിലേക്ക് കയറി വരാൻ. എത്ര ദിവസം എടുത്തു നമ്മൾ അങ്ങനെ വീണ്ടും പഠിച്ചു വരാനും കാര്യങ്ങളൊക്കെ? ആദ്യത്തെ 1.5 ആഴ്ചത്തോളം ഫുള്ള് ഔട്ടായിരുന്നു. തീരെ ഫോക്കസ് ഒന്നും കിട്ടിയില്ല. പിന്നെ മെല്ലെ മെല്ലെ ഒരു റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ മാർക്ക് ഡൗൺ ആണെങ്കിൽ പിന്നെയും വർക്ക് കൂട്ടും. അങ്ങനെ വർക്ക് ചെയ്തിരുന്നത്. ഇത്തവണ രണ്ടാമത് ഇപ്പോൾ ഈ 21-ാം തീയതി നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാളിലേക്ക് പോയില്ലേ? അപ്പൊ എന്താ തോന്നിയിട്ടുണ്ടായിരുന്നു? അന്ന് കുറച്ചുകൂടെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞതിൽ നല്ലൊരു മാർക്കിലെത്തിയോണ്ട്. പക്ഷെ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞപ്പോൾ ആ ഒരു ഫ്ലോയിൽ പിന്നെ പോയി ചെയ്തിങ്ങനെ പോകാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നു 2021 റീനീറ്റ് എക്സാം ഭയങ്കര 24 തീയതി നടന്ന എക്സാം കുറച്ച് ടഫായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്തത്, ഈ ടഫ്നെസ് സാധനങ്ങളൊക്കെ? ഞാൻ ബയോളജിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ ബയോളജി നല്ല സിമ്പിളായിരുന്നു. അപ്പം അതങ്ങനെ ചെയ്തു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേത് സിമ്പിളാവും എന്നുള്ള രീതിയിലാണ് ഉള്ളത്. പക്ഷെ കെമിസ്ട്രി ഫിസിക്സിലെത്തിയപ്പോൾ മനസ്സിലായി ഇത് വിചാരിച്ച പോലെ അല്ല ഉള്ളത്. അപ്പോൾ പിന്നെ മെല്ലെ മെല്ലെ സ്കിപ്പ് ചെയ്ത് അങ്ങനെ പോയി. അപ്പം പിന്നെ സെക്കൻഡ് റൗണ്ട് വന്നപ്പോൾ കുറച്ചുകൂടെ കിട്ടി. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുകയാണെ, ഈ ആദ്യത്തെ തവണയിൽ നമ്മളിങ്ങനെ എഴുതി 715 മാർക്ക് കിട്ടി എന്നുള്ളതൊക്കെ ഒരു ഭാരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു? കാര്യമായിട്ട് ചെറിയൊരു ഭാരമായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ എക്സാം ഹാളിൽ ചെറുങ്ങനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു സാധനത്തിലേക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ കിട്ടുന്ന മാർക്കും അല്ലെങ്കിൽ ഇപ്പൊ കിട്ടുന്ന റാങ്കൊക്കെ വെച്ചിട്ട് നമുക്കൊരു 100-ന്റെ അടിയിലുള്ള റാങ്കൊക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. മറ്റാണെങ്കിൽ ചിലപ്പോൾ 662 50-ന്റെ അടിയിലുള്ള റാങ്കോ ഒക്കെ ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും ആദ്യത്തെ മേ ബി ആദ്യം ചിലപ്പോൾ ഒരു 1ാം റാങ്കോ 2ാം റാങ്കോ മേ ബി 3ാം റാങ്ക് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. എന്താണ് ആക്ച്വലി ഒരു റിയലി ഉള്ളൊരു ഫീൽ? എന്താ ഉള്ളെന്നുള്ളൊരു ഫീൽ? ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവുമല്ലോ എന്നുള്ളതാണ്. ഫസ്റ്റ് റാങ്ക് ഒന്നും വിധിച്ചിട്ടുണ്ടാവും. അതിലേക്കായിരിക്കും എന്നുള്ള രൂപത്തിലേക്ക് നല്ലതിനായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അതന്നെയാണ് പാരന്റ്സ് മെയിൻ ആയിട്ട് പറഞ്ഞത്. കഴിഞ്ഞ നീറ്റ് ക്യാൻസൽ ആക്കിയ എല്ലാം നല്ലതിനായിരിക്കും.
ഈ പാരൻസിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഈ ഒരു ഒന്നര ആഴ്ചയൊക്കെ തന്നെ ഭയങ്കര ഡൗൺ ആയിരുന്നു, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ട് പഴയ മാർക്കിൻ്റെ സാധനങ്ങളിലൊക്കെ. ഇതിനകത്തൊക്കെയുള്ള റോള് പറയുന്ന സമയത്ത് പാരൻസിൻ്റെ റോളും കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഉപ്പ ഗൾഫിൽ നിന്ന് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കും, എനിക്ക് എന്നെ വിളിച്ചിങ്ങനെ നോക്കുന്ന കാര്യം ഉണ്ടായിരുന്നു. ലൈക്ക് അവരെങ്ങനെയാണ് നിന്നെ ഒരു സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനൊക്കെ ഉണ്ടായിരുന്നു? പാരൻസ് ഓല തന്നെയാണ് എന്നെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഞാൻ എത്രക്ക് ഡൗൺ ആയപ്പോൾ പിന്നെ ഓലെന്നെ പറയും ഇൻഷാല്ല ചിലപ്പോൾ ഇതിലും നല്ല റാങ്ക് കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ഓലെന്നെയാണ് മോട്ടിവേറ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. കൂടെ തന്നെ നിൽക്കാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർ തന്നെ ഉണ്ടായിരുന്നുണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ എന്താ പറയുക, ഒന്നിങ്ങനെ ഒരു ഹൈറ്റിൽ ഇങ്ങനെ എത്തി, പിന്നെ ഇങ്ങനെ കുറച്ച് താഴേക്ക് ഒരു 662 മാർക്ക് എന്ന് പറഞ്ഞാൽ 662 മാർക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് മേ ബി ബാക്കി ആൾക്കാരെ സംബന്ധിച്ചിട്ടൊക്കെ ഭയങ്കര ഹൈ സ്കോറാണ്. അത് എനിക്ക് മനസ്സിലാവേണ്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ നിന്ന പൊസിഷനിൽ നോക്കുമ്പോൾ കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ കീമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് കേരള റാങ്ക് 5, കോഴിക്കോട് ജില്ല ടോപ്പർ എന്നുള്ള രൂപത്തിലേക്കൊക്കെ വരിക. അപ്പം എന്താ തോന്നുന്നുണ്ടാവും ആക്ച്വലി? സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടല്ലാലും പഠിച്ചത്. ബിഫാം ജസ്റ്റ് വെറുതെ എഴുതിയതാ ഇതിന്റെ ഭാഗമായിട്ട്. അപ്പം ഇങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാരും ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പി ആയിട്ടുള്ളത്. ഈ അപ്പ് ആൻഡ് ഡൗൺസ് എന്നൊക്കെ പറയുന്ന സാധനം ജീവിതത്തിൽ സ്ഥിരമായിട്ട് കാണാറുണ്ടോ? അങ്ങനെ എന്തായിരുന്നു? അപ്പ് ആൻഡ് ഡൗൺ സ്വാഭാവികമാണ് എല്ലാവർക്കും. ഒരു എക്സാമിന് ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടും, അപ്പൊ അതിൻ്റെ ഒരു ഇതിൽ കുറച്ച് പഠനം ഒന്നും കുറയും. അപ്പൊ പിന്നെ അടുത്ത എക്സാമിന് നല്ല മാർക്ക് ഡിപ്പാവും. അപ്പൊ അതാണ് എനിക്കൊരു മോട്ടിവേഷൻ. മാർക്ക് കുറഞ്ഞാലാണ് ഞാൻ പഠിക്കുക. ഉഷാറായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്ന ഒരു സ്ഥാനത്തിലേക്ക് ഉണ്ടാവാം. എന്ന് ചോദിക്കുകയാണെ ഒരു 2 കൊല്ലം ബാക്കിലേക്കൊക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ, 2 കൊല്ലമല്ല മേ ബി ഓരോ കൊല്ലമായിട്ട് ബാക്കിലേക്ക് വെക്കുന്നത്, കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്തുള്ള ഫീലിങ്സ് ഒക്കെ എങ്ങനെയായിരുന്നു റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയത്തൊക്കെ? +2ന്റെ കൂടെ തന്നെ എന്തായാലും ക്രാക്ക് ചെയ്യണമെന്ന് ഉറപ്പിച്ചു വന്ന ഒരാളാണ്. അപ്പം ഈ റിപ്പീറ്റിങ്ങിലേക്ക് ഇതാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തിലെല്ലാം. കാരണം കഴിഞ്ഞ നീറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് ട്രാക്കിന്ന് വിട്ട് നിൽക്കുമല്ലോ, വെക്കേഷനൊക്കെ ആയി. പിന്നെ വീണ്ടും റിപ്പീറ്റിലോട്ടേക്ക് വരാന്ന് പറയുമ്പോൾ കുറച്ചൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് നമ്മളെ ഇന്റഗ്രേറ്റ് എടുത്ത കുട്ടികളുണ്ടായിരുന്നു കൂടെ പഠിച്ച ആളുകൾ. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ടായിട്ട് തന്നെ സംസാരിക്കാൻ പറയും. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന റനയും ഐ മീൻ ഇപ്പോൾ ഈ റിപ്പീറ്റിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തി നിൽക്കുന്ന റനയും തമ്മിൽ എന്തൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടോ? ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ. കഴിഞ്ഞ എക്സാമിന് ഞാൻ എക്സാം ഹാളിൽ തന്നെ കരഞ്ഞിനും, എക്സാം ടഫായിട്ട്. പക്ഷെങ്കിൽ ഇപ്പം എക്സാം എത്ര ടഫായിട്ടും അതിനെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റി. അതിന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റിയിട്ടെന്നുള്ള രൂപത്തിൽ എന്തായിരുന്നു, എങ്ങനെ ഈ സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത ഒരു സാധനം എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഒരു ദിവസം 12 മണിക്കൂറെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഇങ്ങനെ കടന്നുപോയി അങ്ങനെ ഇരിക്കണം. അങ്ങനെ കുറെ മോൾഡായി വന്നതായിരിക്കും, ചെയ്ത് മോൾഡായി വന്നതുപോലത്തെ ഒരു സാധനത്തിലുണ്ടാവാം. ഒരു ദിവസമൊക്കെ എത്ര മണിക്കൂറൊക്കെ ഇരിക്കുമായിരുന്നു? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ആവറേജ് ഒരു പഠനക്രമ കാര്യങ്ങളൊക്കെ? റിപ്പീറ്റിങ്ങിന്റെ സമയത്ത് കഴിഞ്ഞ നീറ്റിന് മുന്നേ 12, 13 അങ്ങനെ ഇരിക്കല്. പിന്നെ റീനീറ്റ് ആയപ്പോൾ 13, 14, 15 മണിക്കൂറൊക്കെ തന്നെ ഇരുന്ന് പഠിക്കണ്ടായിരുന്നു. ഒപ്പം ഉറക്കവും കാര്യങ്ങളൊക്കെയോ? ഉറക്കം ഞാൻ കറക്റ്റ് 7 മണിക്കൂർ എപ്പോഴും. 7 hours തന്നെ കൃത്യമായിട്ട്. തലവേദന വരും. 7 hours ഉറങ്ങിയില്ലെങ്കിൽ തലവേദന എടുക്കുന്നുള്ളൂ. അപ്പം കറക്റ്റായിട്ട് തന്നെ 7 hours ഉറങ്ങും. 7 hours ഉറങ്ങി പിന്നെ ഒരു 14 മണിക്കൂർ പഠിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ 21 മണിക്കൂറായി. അപ്പോൾ ഈ 3 മണിക്കൂർ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഭക്ഷണം കഴിക്കണം, ബാക്കി കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെ എങ്ങനെയാ ചെയ്യാം? അത് ഇവിടെ റീനീറ്റിന് വന്ന സമയത്ത് ബ്രേക്കെല്ലാം ഫുഡെല്ലാം കഴിക്കാൻ 5 മിനിറ്റ് അങ്ങനെ എടുത്ത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തോണ്ട് 5 മിനിറ്റോട് കഴിച്ചിട്ട് ഓടും. ഓടലൊന്നുമില്ല, എന്നാലും പക്ഷെ നമ്മളെന്നെ അന്ന് വിചാരിച്ചു 5 മിനിറ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുമോ, കാരണം അത്രക്ക് ടൈം എടുത്ത് നമ്മള് സാധാരണ കഴിക്കാം. അങ്ങനെ അവസാനമായപ്പോഴത്തേക്കും അങ്ങനെ ആയിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ മേ ബി ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും തോന്നുന്ന ഡൗട്ടാണ്, ഇത് ഭയങ്കര സ്ട്രെസ്സാണ്. പക്ഷെങ്കിൽ അത് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കും. സ്ട്രെസ് അടിച്ച് അങ്ങനെ മാനേജ് ചെയ്യാൻ. ഞാൻ ചോദിക്കുകയാണെ ഒരു റനയുടെ ഒരു കാഴ്ചപ്പാട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു നീറ്റ് എഴുതുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരുപാട് സ്ട്രെസ്സിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നതിൻ്റെ കഥകൾ സാധനങ്ങളൊക്കെ കേൾക്കാറുണ്ട് എന്നുള്ളതാണ്. ശരിക്ക് ഇത്രയൊക്കെ സ്ട്രെസ് വേണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ പുതിയൊരു കുട്ടി പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവരോട് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുക സ്ട്രെസ്സിനെ പറ്റിയിട്ട്? ഇപ്പം ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അത്രക്കും സ്ട്രഗിളിലൂടെയൊക്കെ കടന്നു പോകേണ്ട ആൾക്കാരാണ്. അപ്പം നമ്മൾ മുന്നേ ഇതൊക്കെ കുറച്ചെല്ലാം അനുഭവിച്ച് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാവുമല്ലോ.
ഞാനങ്ങനെ വിചാരിക്കല് ചിലപ്പോൾ ഡോക്ടറായി കഴിഞ്ഞാൽ ഇതിലും വലിയ പണികളാണ് വരാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഇപ്പം എന്തായാലും ഇത് സഹിക്കണം ഇതെന്തായാലും സഹിക്കാന്നുള്ളതാണ്. കാരണം ഈ ഒരു ടോട്ടൽ പ്രോസസ്സിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? ഒരു ട്രെയിനിങ് ആയിട്ടാണോ എങ്ങനെയാ തോന്നുന്നുണ്ടാവുന്നത്? ഇത് പ്യുർ നമ്മളെ മെന്റൽ ട്രെയിനിങ് നമുക്ക് ഡോക്ടറിൽ കിട്ടിയത്. കാരണം സാറിൻ്റെ മോർണിംഗ് മീറ്റിങ്ങിലായാലും നമ്മളിപ്പം ഇടയ്ക്ക് മെന്റലി ഭയങ്കര ഡൗൺ ആയിരിക്കും. ഇപ്പം സാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഞാൻ സാറിൻ്റെ ഓരോ കാര്യങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്താണ്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ ട്രെയിൻ ആയി വന്നത്. ട്രെയിനിങ് എന്നുള്ള രൂപത്തിൽ തന്നെ ഇതിനെ നോക്കി കാണുക എന്നുള്ള ഒരു സാധനത്തിലേക്ക് വരുന്നുണ്ടാവാം. ആൻഡ് ഒരു റിപ്പീറ്റേഴ്സ് ജേർണിയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡൗൺ മൊമെന്റ് ഒക്കെ പറയാൻ വേണ്ടി പറ്റുമോ? തീരെ വയ്യാണ്ടായി പോയി എന്നൊക്കെ തോന്നുന്നു. അത് +1 സമയത്ത് ഒരു ഡിസംബർ അങ്ങനെ ആ ഒരു സമയത്ത് എനിക്ക് ഒന്ന് സുഖമില്ലാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും ട്രാക്കിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫുൾ എഴുതുന്ന എക്സാമിനൊക്കെ മാർക്ക് കുറവായിരിക്കും. അപ്പം അഫ്സൽ സാർ ഉണ്ടല്ലോ, സാറ് ഓരോന്നിങ്ങനെ വന്ന് സംസാരിക്കും, മാർക്ക് എന്താ കുറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ പിന്നെ വർക്ക് ചെയ്ത് മെല്ലെ കയറി. ഈ ഇങ്ങനെ മാർക്ക് കുറയാന്ന് പറയുന്ന സാധനം ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. നമ്മൾ വിചാരിച്ച മാർക്ക് കിട്ടൂല എന്നുള്ള കാര്യം. സാധാരണഗതിയിൽ ആൾക്കാരൊക്കെ ഇരുന്ന് കരയുക, വിഷമിക്കുക, പിന്നെ മാർക്ക് കുറഞ്ഞ കാരണം വർക്ക് എടുക്കാൻ വേണ്ടി പറ്റാതായി പോവുക എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്? പക്ഷെ ഞാൻ വർക്ക് ചെയ്യാണ്ട് നിൽക്കില്ല. മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് പിന്നെ സങ്കടം ഉണ്ടാവലുണ്ട്. പക്ഷെ വിചാരിക്കും ഇപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് അഫ്സൽ സാർ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇപ്പം നമ്മൾ വർക്ക് ചെയ്യാണ്ട് നിന്നാൽ കുറച്ച് അങ്ങോട്ട് ആണ് അതിൻ്റെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു പെട്ടെന്ന് അതിൻ്റെ ഒരു ഇത് റിസൾട്ട് വരില്ല. അപ്പം നമ്മളിപ്പം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ഡിപ്പ് വരിക. അപ്പം അത് പേടിച്ചിട്ട് ഞാൻ എപ്പം വർക്ക് ചെയ്യലുണ്ട്. പേടിയാണ് ശരിക്കും. അപ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്തില്ല ഡിപ്പ് വരുമോ എന്നുള്ള സാധനത്തിലേക്കാണ് അപ്പൊ എപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ ഈ വിഷമം വരുന്ന സമയത്തൊക്കെ യൂഷ്വലി എന്താ ചെയ്യാറാണ്? വിഷമം വരുമ്പോൾ പാരന്റ്സിനോട് സംസാരിക്കും. കരയോ? കരയൽ അങ്ങനെ അത്രക്കും സഹിക്കണ്ടായ കരയും. അങ്ങനെ അപൂർവമായിട്ടൊക്കെ അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവുള്ളൂ എന്നുള്ളൊരു. ഈ 11th 12th ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ജോയിൻ വരാൻ വേണ്ടി വന്നിട്ടുണ്ട്. വൈ ദാറ്റ് ഡിസിഷൻ? എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി? അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് +1 +2 കൂടെ തന്നെ ക്രാക്ക് ചെയ്യാനാണ് ആഗ്രഹം. അതുപോലെ ഉപ്പാക്കും അതേനും ആഗ്രഹം. അപ്പം ഇതിനെപ്പറ്റി ഇപ്പം അന്വേഷിച്ചപ്പോൾ അന്നേരമാണ് ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്നുള്ള ഒരു കോൺസെപ്റ്റ് അറിയുന്നത്. അങ്ങനെ ഡോപ്പയിൽ ചേർന്ന് അങ്ങനെയാണ് സ്കൂളിലേക്ക് എത്തുന്നുണ്ടാവുക. അന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ റെനയുടെ തന്നെ കൺസെപ്റ്റ്, റെന ഇപ്പോൾ പറയുന്നത് ഇതൊരു ട്രെയിനിങ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രഷറുകൾ ഫ്രണ്ടിൽ വരാനുണ്ട് എന്നൊക്കെ റെന പറയുന്നുണ്ടല്ലോ. ഈ റെനയും അന്ന് വന്ന റെനയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ആക്ച്വലി എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടോ? അതോ അന്നും ഇതുപോലെ തന്നെ പടക്കുതിര പോലെ നിൽക്കുന്ന ഒരാൾ തന്നെയാണോ? അല്ലല്ല, ഞാൻ വെറും എന്താ പറയാ, ഞാൻ ഭയങ്കര സൈലന്റായി, ഒന്നിനും വലിയ ധൈര്യമൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരാളാണ്. ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണെ, ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു ഹൈ അച്ചീവർ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സാക്രിഫൈസുകളൊക്കെ വേണ്ടി വരുന്ന ഒരു സംഗതികളാണ്. വാട്ട് വാസ് യുവർ പാർട്ട്? എന്തൊക്കെ സാധനങ്ങളാണ് ഇതിങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിവാക്കി വെച്ച സാധനങ്ങളാണ്? മെയിനായിട്ട് പറഞ്ഞാൽ നമ്മൾ 3 കൊല്ലം മുന്നെയാണ് ഇവിടെ താമസിച്ചത്, ഈ വീട്ടിൽ താമസിച്ചത്. അപ്പം വീട്ടിൽ താമസിച്ച് ഒരു 8 മാസം മാത്രമേ ഞാൻ ഇവിടെ നിന്നിട്ടുള്ളൂ. പിന്നെ ഹോസ്റ്റലിൽ പോയി 3 കൊല്ലം ഹോസ്റ്റല്. അതന്നെ വലിയൊരു വീടാണ് ഏറ്റവും വലിയ സാക്രിഫൈസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. വേറെ എന്തെല്ലാം അങ്ങനത്തെ പേഴ്സണാലിറ്റീസ്, നമ്മുടെ സ്വന്തം ഹാബിറ്റുകൾ, എന്തെങ്കിലുമൊക്കെ നിർബന്ധമായിട്ട് ഒഴിവാക്കി വെച്ച എന്തെങ്കിലും കാര്യങ്ങൾ? എൻ്റെ ഡ്രോയിങ്സും കാലിഗ്രാഫീസും. പടം വരക്കും, കാലിഗ്രാഫി ഒക്കെ ചെയ്യും. എങ്ങനെയാ അത് ആർട്ട് വർക്ക്? ഇപ്പൊ എന്നെ കാണിച്ചു തരാൻ മാത്രം ആർട്ട് വർക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടാവും വീട്ടിലൊക്കെ? അവിടെയുള്ള സാധനങ്ങൾ ഇല്ല? ശരി, വേറെ എന്തെങ്കിലുമൊക്കെ നോക്കണം അല്ലേ? നല്ല രസമായിട്ടൊക്കെ സാധനങ്ങൾ ചെയ്യുന്നത്. വേറെ ആരൊക്കെ ചെയ്യും? ഇവരൊക്കെ ചെയ്യും? റിഫ ചെയ്യും? വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നീ റിഫ? കുറച്ചൊക്കെ വരക്കും. പാട്ട് പാടും. ഈ റന പാട്ട് പാടുന്നത് ആക്ച്വലി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനതിപ്പോൾ ഇങ്ങനെ റിഫ പാട്ട് പാടുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നിന്റെ സ്റ്റേജിലുള്ള പിക്ചർ ഓർത്തത്. അതിന് മുന്നേ ഞാൻ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇതൊക്കെ ഈ 2-3 കൊല്ല സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. പിന്നെ ഞാൻ ടെൻഷൻ വരുമ്പോൾ പാട്ട് പാടലുണ്ട് റൂമിൽ റൂമിലിരുന്ന് പാട്ട് പാടുന്നത്.
അല്ല ഞാൻ ചോദിക്കാം, ഇത് ഇനിയിപ്പോൾ ഇത് എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകാനും, അല്ലെങ്കിൽ ഇനിയത്തെ ഫേസ് ഓഫ് ലൈഫിൽ നീ എങ്ങനെ ഇതിലേക്ക് നോക്കിക്കാണുന്ന കാര്യങ്ങളൊക്കെ? കോളേജിൽ എത്താൻ വേണ്ടി പോവാണ്, എവിടെ പഠിക്കണം എന്നാണ് ഒരു പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ? ഇൻഷാല്ലാ CMC കിട്ടാണ്. കാലിക്കറ്റ് തന്നെ വേണം എന്നുള്ള രൂപത്തിലേക്കാണ്. എയിംസ് കിട്ടുകയാണെങ്കിലും സപ്പോസ് ഒരു ഔട്ട് ഓഫ് കേരള? ഔട്ട് ഓഫ് കേരള എനിക്ക് കുറച്ച് ഹോം സിക്നെസ് ഉള്ളതുകൊണ്ട് വീടിന്റെ അടുത്ത് തന്നെയാണ്. കോഴിക്കോട് നല്ല രൂപത്തിന് വടകരന്ന് കോഴിക്കോട് പോയി വരിക എന്നുള്ളൊരു പ്ലാൻ തന്നെയാണ് നിൽക്കുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതൊക്കെ കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള സാധനമില്ല. ഞാൻ ഒരു ഇത് ചോദിക്കുകയാണ്, ഈ തുടക്കത്തിലേ പറഞ്ഞൊരു ഉത്തരവാണ്, അതായത് നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ +1 +2 കൂടെ തന്നെ അത് ക്രാക്ക് ചെയ്യണം നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് എത്താനുള്ള റീസൺ? എനിക്ക് പണ്ട് മുതലേ ഡോക്ടറിന് നിൽക്കുമ്പോൾ അതിനോട് വേറൊരു ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ 10th കഴിഞ്ഞപ്പോൾ സയൻസാണ് എന്തായാലും എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഡോക്ടർ ആവാൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ ഇടയിൽ കൂടി ഈ ഡോക്ടർ ആവാൻ തീരുമാനിച്ചു പോയ ആള് JEE ക്രാക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2 വർഷവും കുഴപ്പമില്ലാത്ത സ്കോർ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടല്ലേ? അത് +2 കൂടെ എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? അതില് 96 പോയിന്റ്സ്. അതിൽ 96.7% സ്കോർ അന്ന് JEE ഉണ്ടായിരുന്നു. റിപ്പീറ്റ് ചെയ്ത സമയത്ത് മാത്സ് പഠിക്കാതെ എഴുതിയിട്ട് 98.7% മാർക്ക്. ഈ മാത്സ് ഒന്നും പഠിക്കാതെ എങ്ങനെയാണ് JEE-ലൊക്കെ? ഇത് സംഭവം കെമിസ്ട്രി ഫിസിക്സും നമ്മൾ അതേ സിലബസ് തന്നെയാണല്ലോ, നീറ്റിന് പഠിക്കുന്ന തന്നെയാണല്ലോ. മാത്സ് നമുക്ക് കഴിയുന്നതൊക്കെ അറ്റൻഡ് ചെയ്യും, ഒന്നോ രണ്ടോ ചോദ്യമൊക്കെ ചെയ്ത് നോക്കാം. 98.7%. ഫിസിക്സും കെമിസ്ട്രിയാണ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയിലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ചോദിക്കുകയാണ്, ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. നമ്മുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ എന്താ പറയാ, ആക്ച്വലി എങ്ങനെ പഠിക്കണം എന്നാണ് പറഞ്ഞു കൊടുക്കുക? എന്തൊക്കെയാണ് നമ്മുടെ സ്പെസിഫിക്കലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? മെയിനായിട്ട് ഔട്ട് ഓഫ് NCERT പോകാണ്ടിരിക്കുക. NCERTൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ NCERT ഞാനിപ്രാവശ്യം ആദ്യം അങ്ങനെ NCERT ഫോക്കസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കെമിസ്ട്രി എല്ലാം NCERT എല്ലാം വായിച്ചാൽ നല്ല രസമാണ് വായിച്ചിരിക്കാൻ. പക്ഷെങ്കിൽ മെയിനായിട്ട് NCERT ഫോക്കസ് ചെയ്യുക. NCERT ഫോക്കസ് ചെയ്ത് നിൽക്കുക. വാട്ട് അബൌട്ട് ദിസ് ഇമോഷണൽ ജേർണി? എന്താ തോന്നുന്നുണ്ടാവുക? ഇഷ്ടംപോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പം എന്ത് വന്നാലും അപ്സ് ആണോ ഡൗൺസ് ആണോ കൂടുതലുണ്ടാവുക? ഡൗൺസ് തന്നെയായിരിക്കും കൂടുതലുണ്ടാവുക. പിന്നെ എന്ത് വന്നാലും വർക്ക് നിർത്താണ്ട് നിൽക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് കൊണ്ടുപോവുക, കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. നമുക്ക് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടി വരാറില്ലേ? അപ്പോഴൊക്കെ എന്താ ചെയ്യുക? തീരെ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കുറച്ച് കിടക്കോ, ഒന്ന് നാപ്പ് എടുക്കോ, എന്നിട്ട് നേരെ എണീറ്റ് വന്നിട്ട് ഒരു എനർജി കിട്ടും. ഒന്ന് നാപ്പെല്ലാം എടുത്താൽ പിന്നെ കണ്ടിന്യൂസ്ലി ചെയ്യാന്നുള്ളതാണ്. ഈ റുട്ടീനെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന പോലെ കൃത്യ 7 hours ഉറങ്ങും എന്നുള്ളതൊക്കെ പറയുന്നത്. ബാക്കി ആൾക്കാരോട് എന്താ പറഞ്ഞു കൊടുക്കുക, ബാക്കി സ്റ്റുഡൻസിനോടൊക്കെ? ഉറക്കം കളഞ്ഞിട്ടുള്ള പഠിത്തം എനിക്ക് ശരിയാവില്ല. ഉറക്കം കളയാണ്ട് തന്നെ പഠിച്ചാൽ നല്ല മാർക്കിലേക്ക്. പിന്നെ +1 +2 നല്ല കഷ്ടപ്പെട്ടുകൊണ്ടാണ് റിപ്പീറ്റിംഗ് കുറച്ചുകൂടെ എളുപ്പമായത്. എന്നാൽ പോലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളോടാണെങ്കിലും എന്താ പറയുക, കഷ്ടപ്പെടാൻ ഒരു മനസ്സിന്റെ മാത്രം ഇതിനൊക്കെ വരും. അല്ലാതെ ഇതിനകത്തേക്ക് നിൽക്കേണ്ട എന്നുള്ള രൂപത്തിൽ തന്നെയാണ് പറയുന്നുണ്ടാവുക. സ്റ്റഡി പ്രൊമോഷൻ